ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിലും സൂപ്പറാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത്രയും ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്കിപ്പോൾ രാവിലത്തെ ഭക്ഷണം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് എല്ലാം ഇങ്ങനെ ഉള്ള ഒരു ഫുഡ് കഴിക്കണം എന്നല്ലേ പറയുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്, ഫാറ്റ് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഒരു സമീകൃതമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്, വറക്കാത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ് വേണ്ടത്. അതായത് നമ്മൾ ബേസൻ എന്നൊക്കെ പറയില്ലേ, ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കടലമാവ് തന്നെ, അതൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്, അതായത് ആട്ടപ്പൊടി. അത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം ഇതിൽ മൈദയും ചേർക്കാം കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ചേർക്കാം, ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന അതേ കായത്തിൻ്റെ പൊടി തന്നെ. കട്ടിക്കായ ആണെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് ചേർക്കാം കേട്ടോ, അധികം ആവരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട്, സാധാരണ നോർമൽ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. കട്ട കെട്ടാതെ ഇത് ബാറ്ററാക്കി എടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം ബാറ്റർ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഈ ബാറ്റർ കലക്കിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ബാറ്റർ ഒന്ന് തിക്കാവും. കാരണം നമ്മളിതിൽ റവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ റവ കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ ബാറ്റർ ഒന്ന് തിക്കാവും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ബാറ്ററൊക്കെ റെഡി ആയിരിക്കണു. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരിയുക. അത് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. എല്ലാം കൂടി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. 1/2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു മീഡിയം സൈസിലുള്ളൊരു സവാള ഇനിയിപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുതലാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ് ചേർക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പരത്താൻ കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിന് വേവാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാബേജ് വളരെ നൈസായിട്ട് അരിഞ്ഞതും കൂടിയും ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബീൻസ് നല്ല നൈസായിട്ട് അരിഞ്ഞതും കൂടിയും ചേർക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാൻ ബീൻസും ചേർക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുക. ഒരു 2 ബീൻസൊക്കെ അരിഞ്ഞത് മതിയാവും, 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയിലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കണം. ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിനയിലയും കുറച്ച് ചേർത്താൽ മതി. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 3-4 പച്ചമുളകും കൂടിയും ചേർക്കാം. അതും നൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം നൈസായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. കൂടുതൽ കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദോശമാവിൻ്റെ ആ ഒരു അയവിൽ വേണം ഇത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ. വല്ലാതെ അങ്ങനെ കട്ടിക്കല്ല, പിന്നെ വല്ലാതെ വെള്ളത്തോടക്കിനെയല്ല കേട്ടോ. ആ ഒരു രീതിയിൽ ബാറ്റർ കലക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാം, അപ്പം തന്നെ ഉണ്ടാക്കാം. അല്ല, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇല്ലേ, അത് ആ ബാറ്ററിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ലതാണ്. ഇനി ഇത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്.
പരത്തി നോക്കിയിട്ട് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാം. ഇത് ഏത് തവയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് ആയാലും അയൺ തവ ആയാലും ഏതിലായാലും ഒരു പ്രശ്നമില്ല ചുട്ടെടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ചിട്ട് പരത്തണം കേട്ടോ. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കട്ടിയിലുള്ള ദോശയല്ല ഇത്. അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം കനം കുറച്ചിട്ട് പരത്തുക. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. മുകൾ വശം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രം കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ തൂവി കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചൂടോടക്കനെ അതുപോലെ അങ്ങോട്ട് കഴിക്കാറാണ് പതിവ്. അങ്ങനെ ചട്നി ഉണ്ടാക്കാറൊന്നും ഞാൻ മെനക്കെടാറില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ സ്പൈസസ് ഒന്നും കാര്യമായിട്ട് ചേർക്കാത്തത് കാരണം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള വെജിറ്റബിൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരത് ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.